ദാ ഈ ഒരു തക്കാളിയും കുറച്ച് ചിക്കനും ഉണ്ടെങ്കിൽ വയറ് നിറച്ച് ചോറുണ്ണാനായിട്ട് ഒരു അടിപൊളി ഒരു കറി ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിൽ ഒരു സ്പൂൺ ജീരകം, 2 വറ്റൽമുളക്, 1 സ്പൂൺ കുരുമുളക്, കുറച്ച് മല്ലിപ്പൊടി, കറിവേപ്പില ഇത് ഇത്രയും കൂടെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത് പൊടിച്ചെടുക്കണം. ഇനി നല്ല പഴുത്ത ഒരു തക്കാളി, കുറച്ച് മഞ്ഞപ്പൊടിയും വെള്ളം ചേർത്ത് നല്ലതുപോലെ അങ്ങ് അരച്ചു വെക്കാം. അപ്പോഴേ ഈ ഒരു മൈക്രോ ഫൈബർ ടവൽ കണ്ടോ, കിച്ചൺ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. നമ്മൾ നോർമൽ ടവൽ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുന്നതിനേക്കാളും പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടുകയും ചെയ്യും. എത്ര വേണമെങ്കിലും നമുക്ക് ഇത് കഴുകി യൂസ് ചെയ്യാനും പറ്റും. കിച്ചണിൽ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന നല്ലൊരു യൂസ്ഫുൾ പ്രൊഡക്റ്റ് ആണ്. ലിങ്ക് ഞാൻ ടാഗ് ചെയ്തെടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കിക്കോ. ഇനി ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് കടുക്, വറ്റൽമുളക്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില ഇത് ഇത്രയും കൂടെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചത് ചിക്കനും കൂടെ തട്ടി കൊടുക്കണം. ഇതിലോട്ട് ആവശ്യത്തിലുള്ള മഞ്ഞപ്പൊടി, ഉപ്പ്, നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലയും ചേർത്ത് മിക്സ് ചെയ്ത് അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റും പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുറച്ച് കുരുമുളകും കായപ്പൊടിയും ചേർത്ത് തിളച്ച് വരുമ്പോഴത്തേക്ക് മല്ലിയിലയും കൂടെ തൂക്കി കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് കിടിലൻ കോഴി രസം റെഡി. സത്യമായിട്ട് ഞാൻ വെറുതെ പറയുന്നതല്ല, അന്യായ ടേസ്റ്റ് ആണ്. ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഓക്കെ, ബൈ.